സ്നേഹിതരെ, ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രചോദനം ഉണ്ടായത് മാതൃഭൂമി പത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 99 വെള്ളപ്പൊക്കത്തിന് നാളെ 100 വയസ്സ്. അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ 1999 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം 1924. 2018 വെള്ളപ്പൊക്കം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല. 10 രാവും 10 പകലും ഇടതടവില്ലാതെ മഴ പെയ്തെന്നും അങ്ങനെ അത് 591.3 മില്ലിമീറ്റർ ആണ് മഴ പെയ്തതെന്നും ആ മഴ പെയ്ത് അതായത് 1500 മീറ്റർ ഉയരമുള്ള മൂന്നാറിലെ ആദ്യത്തെ റെയിൽവേ പാതയായ കുണ്ടള തേനി റെയിൽവേ പാളം വരെ ഒഴുകി പോവുകയും അതുപോലെ മധ്യ തിരുവിതാംകൂറിലും പല ഭാഗത്തും വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നമ്മുടെ ആദ്യത്തെ തുറമുഖമായ നശിക്കുകയും തുടർന്ന് കൊച്ചി തുറമുഖം രൂപം പ്രാപിക്കുകയും അങ്ങനെ റെയിൽവേയും അങ്ങനെ കോടിക്കണക്കിന് രൂപയും അതുപോലെ വളരെയധികം മനുഷ്യരുമെല്ലാം മരിച്ചുപോയ കൃഷിയുമെല്ലാം നഷ്ടപ്പെട്ട ഒരു ഇതാണ്. എന്നാൽ അതുപോലെ തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചർ നശിച്ചു പോയതിൽ പലതും അത് പുനർനിർമ്മിക്കുന്നതിന് സർക്കാരിന് സാധിച്ചില്ല. അതിലൊന്നാണ് മൂന്നാറിലെ റെയിൽവേ പാത. അതുപോലെ തന്നെ പല റോഡുകളും റെയിൽവേ പാതകളും ഷൊർണൂർ ഇങ്ങനെയൊക്കെ പോയി അതെല്ലാം പുനഃസ്ഥാപിച്ചു. എന്നാൽ അങ്ങനെ പുനഃസ്ഥാപിക്കാൻ പറ്റാതെ പോയ ഒരു റോഡാണ് പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡ്. ഓൾഡ് ആലുവ മൂന്നാർ റോഡിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം. ആ റോഡിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉപയോഗത്തിലിരിക്കുന്നതാണ്, നാട്ടുകാർ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ചില ഭാഗത്ത് വെള്ളപ്പൊക്കം മൂലവും അതിനുശേഷം ഈ കഴിഞ്ഞ 2018 പെട്ടിമുടിയിലെയും ഉണ്ടായ വെള്ളപ്പൊക്കം മൂലം ചില കലുങ്കുകളും ചില റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയി. ചില ഭാഗങ്ങളിൽ സഞ്ചാരയോഗ്യമല്ലാതായിട്ടുണ്ട്. അതുപോലെ തന്നെ 924 വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഈ കരിന്തിരി എന്ന ഭാഗത്തൊരു മലയിടിച്ചിലുണ്ടായെന്നും ആ മലയിടിച്ചിലിനെ തുടർന്ന് ആ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെട്ടു പോയെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇതേ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്, പാലം അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആലുവ മൂന്നാർ റോഡ് 1924 ഭാഗികമായിട്ടത് തടസ്സമുണ്ടാക്കുകയും അങ്ങനെ തടസ്സമുണ്ടായി കഴിഞ്ഞപ്പോൾ അന്നത്തെ മഹാരാജാവും അതിനുശേഷം വന്ന റാണി സേതു ലക്ഷ്മിഭായിയും കൂടി മൂന്നാറിലേക്ക് നേരിമംഗലം വഴി അടിമാലിക്ക് ഒരു റോഡ് വെട്ടാൻ തീരുമാനിക്കുകയും അത് 1933-34 നേരിമംഗലം പാലം പണിത് പൂർത്തീകരിക്കുകയും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡിന് പകരം ഈ റോഡ് ഉണ്ടായിട്ടുള്ളതാണ്. അത് പ്രധാനമായിട്ട് അത് പറയുന്നത് കോതമംഗലത്തുണ്ടായിരുന്ന അന്നത്തെ പ്രജാസഭാ മെമ്പർ തരീത് കുഞ്ഞത്തമ്മൻ്റെ പുള്ളിക്ക് അവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇതേ സംബന്ധിച്ചുകൊണ്ട് വിഷയങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഏതായാലും ആ റോഡ് നിലവിലുണ്ട്. ആ റോഡ് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് ഷാജി പയ്യാനിയും അതുപോലെ തന്നെ പന്തപ്പുറയുള്ള ആദിവാസി കോളനിയിലുള്ള ഒരു തങ്കപ്പനും എല്ലാവരോടും കൂടി ഞങ്ങൾ മുഖാന്തരം ഞാനും എൻ്റെ മോനും എൻ്റെ ഭാര്യയും വക്കീലന്മാരായിട്ട് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഹൈക്കോടതി 2020 കേസ് ഫയൽ ചെയ്തത്. കേസ് ഫയൽ ചെയ്തതിന് ശേഷം അവർ തർക്കം വിടാൻ വേണ്ടിയിട്ട് കാലതാമസം എടുത്തു. എന്നാൽ 2023 തർക്കമിട്ടു, അതിന് റിപ്ലൈ ഇട്ടു. ആ കേസിനോടനുബന്ധമായിട്ടുള്ള എല്ലാവിധ രേഖകളും നമ്മൾ എടുത്തിട്ടുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ സർവേ ഓഫീസിൽ നിന്ന് എടുത്ത രേഖ പ്രകാരം അത് ഈ റോഡ് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞാൽ സർവേ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ച് കിടക്കുന്ന റോഡാണെന്നും അതിൻ്റെ രേഖകളും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ കേരള സർക്കാർ കോതമംഗലം മുതൽ പെരുമ്പംകുത്ത് വരെയുള്ള ഓൾഡ് ആലുവ മൂന്നാർ റോഡിൻ്റെ ഭാഗം PWDയുടെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡായിട്ട് പ്രഖ്യാപിച്ച് PWDയിൽ ഇപ്പോൾ ഇത് വെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ തർക്കത്തിൽ ഫോറസ്റ്റുകാർ പറയുന്നത് ഇത് ഫോറസ്റ്റുകാർക്ക് അവകാശപ്പെട്ട റോഡാണെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. എന്നാൽ ഫോറസ്റ്റുകാർക്ക് അവകാശപ്പെട്ട റോഡാണ് എന്ന് കാണിക്കുന്നതിന് അവർക്ക് യാതൊരുവിധ അവകാശമില്ല. ഇത് PWD രജിസ്റ്റർ പ്രകാരവും അതുപോലെ സർവേ ആൻഡ് ഡിമാർക്കേഷൻ പ്രകാരവും ഈ സ്ഥലം സർക്കാരിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണ്.
അപ്പം നമ്മൾ ഈ കേസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അനുസരിച്ച് അതിനു മുമ്പ് നിലവിലുള്ള റോഡുകളെല്ലാം ഉണ്ടെങ്കിൽ അത് അതേപടി ഉപയോഗിക്കാമെന്നാണ് നിയമം പറയുന്നത്. അതിന് ഹൈക്കോടതിയുടെയും ഇന്ത്യയിലെ പല ഹൈക്കോടതികളുടെയും അതുപോലെ സുപ്രീം കോടതിയുടെയും വിധിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2004 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ റൂൾസ് ഉണ്ടാകുകയും ആ റൂൾസിനകത്ത് 116 വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന റോഡുണ്ടെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ഉപയോഗിക്കാനും ടാർ ചെയ്യാനും മെയിൻ്റനൻസ് നടത്താനും അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റൂൾസ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ റൂൾസിൽ അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് 1995 ശേഷമുള്ള ഫോറസ്റ്റിൽ കൂടി ഏത് റോഡുണ്ടെന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വീണ്ടും ഭേദഗതി ചെയ്തു. അങ്ങനെയുള്ള ഭേദഗതി ഉണ്ടാകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ വനത്തിൽ കൂടി വളരെയധികം റോഡുകൾ പോകുന്നുണ്ട്. ആ റോഡുകളിൽ വികസനത്തിനും മറ്റു കാര്യങ്ങളും ഫോറസ്റ്റുകാരുടെ തടസ്സം വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വീണ്ടും അതിന് ഭേദഗതി. ഏതായാലും 1980 നിയമം വെച്ചുകൊണ്ട് നമുക്കതിനുള്ള അർഹതയുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ റോഡ് കെട്ടണമെന്നുണ്ടെങ്കിൽ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് കെട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് എന്തുമാത്രം വിലയുണ്ടെന്നുണ്ടെങ്കിൽ ആ വില കെട്ടി വെക്കണം. അതുപോലെ ഫോറസ്റ്റ് അഫോറസ്റ്റേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മരം വെട്ടിക്കളഞ്ഞോ ആ മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും സ്ഥലം കൊടുക്കണം. ഈ ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് PWDയിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നതായതുകൊണ്ടും അതുപോലെ തന്നെ ഇത് റവന്യൂ സ്ഥലമായതുകൊണ്ടും ഇത് ഒരു കാരണവശാലും ഫോറസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റാത്തതും ഇത് ഒരു 100 മീറ്റർ വരെ വീതിയുള്ള റോഡാണ്. അതിൻ്റെ ഉദാഹരണമാണ് തട്ടേക്കാട് മുതൽ കുട്ടമ്പുഴ വരെ റോഡ് PWD നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ 1 സെൻറ്റ് ഭൂമി പോലും അക്യൂർ ചെയ്യാതെ ഓൾഡ് ആലുവ മൂന്നാർ റോഡിൻ്റെ അതിര് കല്ലുകൾ കണ്ടുകൊണ്ട് 40 അടി 50 അടി വീതിയിലാണ് ആ റോഡ് ഇപ്പോൾ സ്ഥിതി ചെയ്ത് നിർമ്മിച്ച് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൂയംകുട്ടി വരെ അങ്ങനെ റോഡ് കിടപ്പുണ്ട്. അതിന് മയിൽ കുറ്റികളും അതിര് കല്ലുകളും എല്ലാം ഉള്ളതാണ് എന്ന് നാട്ടുകാർക്കും അതുപോലെ തന്നെ ഫോറസ്റ്റുകാർക്കും എല്ലാം അറിവുള്ളതാണ്. അങ്ങനെ അറിവുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കേസ് ഫയൽ ചെയ്തതിന് ശേഷം ഫോറസ്റ്റുകാർ ഈ PWD റോഡിലുള്ള ആലുവ മൂന്നാർ റോഡിലുള്ള മയിൽക്കുറ്റികളും പറിച്ചു കളയും. അങ്ങനെ 50 മൈലുള്ള മയിൽക്കുറ്റി പറിച്ചു കളഞ്ഞാൽ അതിന് പോലീസ് കേസും മറ്റു കാര്യങ്ങളെല്ലാം നിലവിലുണ്ട്. ഏതായാലും ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു ഉപകാരം മറ്റു കാര്യങ്ങൾ ചെയ്യത്തില്ല, നിലവിലുള്ളത് ചെയ്യത്തില്ല. അവർ മനഃപൂർവ്വം ഈ റോഡ് അടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി വരുന്നതാണ്. അതുകൊണ്ട് ഇത്രയും ടൂറിസം പ്രധാനമുള്ളതും പ്രത്യേകിച്ച് എസ്പെഷ്യലി കുട്ടമ്പുഴ പഞ്ചായത്ത്, കോതമംഗലം മുനിസിപ്പാലിറ്റി, അതുപോലെ മൂന്നാർ, അതുപോലെ മാങ്കുളം പഞ്ചായത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വികസനം, അതുപോലെ തന്നെ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കാശ്മീർ ഇന്ത്യയിലെ കാശ്മീർ ഒരു കാശ്മീരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന മൂന്നാർ, മറ്റ് സൗത്ത് ഇന്ത്യൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിൽ കിടക്കുന്നു. വളവുകളും കുന്നുകളും ചെരുവുകളും കൊക്കകളുമായിട്ട് കിടക്കുന്നു. ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏതേ രീതിയിൽ നാഷണൽ ഹൈവേ റോഡ് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 10-15 ദിവസം റോഡ് തടസ്സം ഉണ്ടാകുന്നു, മലയിടിഞ്ഞും മറ്റു കാര്യങ്ങളുമായിട്ട്. ഈയിടെ അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റീസ് റോഡ് പണിയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഉള്ള വീതി പണിയാൻ വേണ്ടി ഫോറസ്റ്റുകാർ തടസ്സപ്പെടുത്തുകയും എന്നാൽ നാഷണൽ അതോറിറ്റീസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അവർ രേഖ ചോദിച്ചു കഴിയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഹാജരാക്കിയിരിക്കുന്ന ആ രേഖയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റവന്യൂ പുറമ്പോക്കാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റവന്യൂ പുറമ്പോക്കിൽ ഫോറസ്റ്റുകാർക്ക് യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധിയായിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ കേസിനകത്ത് ഇതുവരെ PWDയോ അതുപോലെ തന്നെ റവന്യൂ വകുപ്പോ ഈ സർക്കാരോ ഇത് സർക്കാരിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റേ ഇപ്പോഴത്തെ പ്രസൻറ്റ് നേരിയങ്കൽ ആലുവ റോഡിലെ പോലെ അവർ ഒരു തർക്കം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അതിനുള്ള രേഖകൾ സർക്കാരിൻ്റെ ആണെന്ന് കാണിക്കാനുള്ള രേഖകൾ മുഴുവൻ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റുകാരെ സംബന്ധിച്ചുള്ള ഇത് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു NPVയോ ഫോറസ്റ്റ് അഫോറസ്റ്റേഷനോ ഇല്ലാതെ ഈ റോഡ് പുനർനിർമ്മിക്കപ്പെടും എന്നറിഞ്ഞുകൊണ്ട് ഇവർ മനഃപൂർവ്വം ഈ റോഡ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഞാൻ ഉൾപ്പെടെ ഈ കുട്ടമ്പുഴ പൂയംകുട്ടിയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ മാങ്കുളം ഭാഗത്തുള്ള ആൾക്കാരും പല ഭാഗങ്ങളും സഞ്ചരിക്കുകയും ഈ റോഡിൻ്റെ സ്ഥിതിഗതികൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഏതായാലും കുട്ടമ്പുഴ ടു പൂയംകുട്ടി കോതമംഗലം ടു കുട്ടമ്പുഴ പൂയംകുട്ടി റോഡ് എന്ന് പറയുന്നത് സഞ്ചാരയോഗ്യമാണ്. അതുപോലെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പൂയംകുട്ടിയിൽ നിന്ന് ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഏരിയയായ പൂയംകുട്ടി പ്രോജക്റ്റ് പീനോട് വരെ യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം തോളുനാട വരെ വണ്ടി ഓടും. അതിനുശേഷം തോളുനാട ടു അവിടെ ഒരു കലുങ്ക് പോയിൻ്റാണ്. കുർത്തിക്കുടി വരെ ഒരു കുറച്ച് ഭാഗം ഒരു 5-8 കിലോമീറ്ററേ ഉള്ളൂ. അന്നിങ്ങനെ റോഡ് അതേപടി കിടപ്പുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചാരയോഗ്യമല്ല. അതിലെ മുഴുവൻ വൻ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്. യാതൊരുവിധ എവിഡൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ മാങ്കുളം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെരുമ്പംകുത്ത് മുതൽ കുർത്തിക്കുടി വരെ നല്ല BMBC രീതിയിൽ ഭയങ്കരമായിട്ട് റോഡ് ടാർ ചെയ്യുകയാണ്. അപ്പോൾ ആ റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഫോറസ്റ്റുകാർക്ക് തടസ്സമില്ല. ഇപ്പം നിലവിലുള്ള റോഡ് തടസ്സം ചെയ്ത് കഴിഞ്ഞാൽ ആനയുണ്ട് ചേനയുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ആനയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വന്യമൃഗമുള്ള സ്ഥലത്തിൽ കൂടെയാണ് ഈ പെഞ്ച്, മഹാരാഷ്ട്രയെ പെഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ ഭയങ്കരമായ കിലോമീറ്റർ കണക്കിന്, നൂറുകണക്കിന് കിലോമീറ്റർ കണക്കിന് റോഡ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞത് വികസന പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരുവിധ കാര്യങ്ങളും ചെയ്യരുത്, വന്യമൃഗങ്ങൾക്ക് തടസ്സമില്ലാതെ തന്നെ റോഡുകൾ വെട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് അണ്ടർഗ്രൗണ്ട് കോറിഡോർ കൊടുക്കാം, അതുപോലെ തന്നെ സൈഡ് റീറ്റെയിനിങ് വാൾ കൊടുക്കാം, അതുപോലെ തന്നെ ഫ്ലൈ ഓവർ കൊടുക്കാം. അങ്ങനെ ഏത് രീതി അങ്ങനെയാണ് ആ റോഡുകൾ കൂടുതലും പണിത് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ അങ്ങനെ ഫ്ലൈ ഓവറും അതുപോലെ തന്നെ റീറ്റെയിനിങ് വാളും മറ്റു കാര്യങ്ങളും അല്ല അണ്ടർഗ്രൗണ്ട് പാസേജും ഒക്കെ കൊടുത്ത് പണിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കഴിഞ്ഞാൽ 8-10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് തടസ്സമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ കാർട്ടബിളായിട്ടുള്ള റോഡായിട്ട് കിടക്കുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയക്കാരും പൊതുജനവും അതുപോലെ തന്നെ 2 പഞ്ചായത്തുകളും ഒക്കെ ഏണസ്റ്റായിട്ട് എഫർട്ടായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു. ഈ കേസിനകത്ത് നമ്മൾ അവർ തർക്കം ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കേസിനകത്ത് ബ്രിഡിൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുതിരവണ്ടി പാത മാത്രമേ ഉള്ളൂ, വണ്ടി ഓടുന്ന സ്ഥലമല്ല, ഓടാൻ പറ്റത്തില്ല, റോഡ് മുഴുവൻ നശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തർക്കമിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കമ്മീഷൻ അപേക്ഷ ഇട്ടു. കഴിഞ്ഞ ദിവസം ആ കമ്മീഷൻ അപേക്ഷ വാദത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഇതേ കണക്ട് ചെയ്തുകൊണ്ട് WPC നമ്പർ 225-663/2020 ആയിട്ട് എളംപ്ലാശ്ശേരി കുർത്തിക്കുടി റോഡ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ആ റോഡ് PWD സർക്കാർ നന്നാക്കാവുന്ന, അത് പൊതുജനത്തിൻ്റെ റോഡാണെന്നും പറഞ്ഞുകൊണ്ട് സർക്കാർ തീരുമാനമുള്ളതും, എന്നാൽ ഇപ്പോൾ അതും ഫോറസ്റ്റുകാർ നന്നാക്കുന്നതിനും അതുപോലെ മെയിൻ്റനൻസ് നടത്തുന്നതിനും അനുവദിക്കാതെ അതും അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇതേ സംബന്ധിച്ചുകൊണ്ട് ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ട് ഈ ഹിൽ ഹൈവേ സംബന്ധിച്ചുകൊണ്ട്, KFRAയുടെയാണ്. അന്ന് പൂയംകുട്ടിയെ പഴയ ഈ ആലുവ മൂന്നാർ റോഡ് നന്നാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് പൊതുജനത്തിനെ അറിയിക്കാതെ മറച്ചു വെച്ച് ഒരു കാര്യം നടത്താതെ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സപ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ കേസുകളെല്ലാം ഇതിനകത്ത് ഈ പ്രകൃതിയുടെ ഈ ഫോറസ്റ്റുകാരുടെ എന്തോ ബുദ്ധിയുണ്ടോ കുബുദ്ധിയുണ്ടോ മറ്റു കാര്യങ്ങളോ യാതൊരുവിധ അധികാരമില്ലാത്ത പ്രകൃതി സംരക്ഷകർ എന്ന് നാമധേയത്തിൽ അറിയപ്പെടുന്ന അവരുടെ പേരെന്താണ് നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ എന്നാ വൺ എർത്ത് വൺ ലൈഫുകാർ അതിനകത്ത് ഇംപ്ലീഡ് ചെയ്ത് കക്ഷി ചേരുകയും ഒരു പറ്റം പ്രകൃതി അഭിഭാഷകർ ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ശ്രമിച്ചു വരുകയും, എന്നാൽ ഈ കേസുകളെല്ലാം ഒന്നാകെ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക കോടതിയുണ്ട്. ആ കോടതിയുടെ ബെഞ്ചിലേക്ക് ഇപ്പോൾ കേസ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസിനകത്ത് എല്ലാ കേസിനകത്തും നമ്മൾ ആക്റ്റീവായിട്ട് ഹാജരാകുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം ട്രൈബ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിനകത്ത് അഡ്വക്കേറ്റ് ആരാണ് അഡ്വക്കേറ്റ് പെന്നട അഡ്വക്കേറ്റ് മുഖാന്തരം ഹാജരായിട്ടുണ്ട്. അങ്ങനെ കേസുകൾ നടക്കുന്നു. ഈ കേസിനകത്ത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കക്ഷി ചേരാം. മർച്ചൻ്റ് അസോസിയേഷനോ അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാട്ടിലെ ആവശ്യങ്ങൾ എല്ലാവർക്കും അത് ഉന്നയിക്കാം. അപ്പോൾ ഈ കേസ് കാലതാമസം വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ എന്താണ് തീരാതെ വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടും പലർക്കും പല സംശയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിനകത്ത് കക്ഷി ചേരുകയും അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഈ കേസിൻ്റെ ഇപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ റെക്കോർഡ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഞങ്ങളത് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഷാജി പയ്യാനി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്, അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം നമ്മൾ കുട്ടമ്പുഴ വില്ലേജ് ഓഫീസർ ഞങ്ങൾ കളക്ട് ചെയ്ത സർവേ റെക്കോർഡിൻ്റെയും മറ്റു അടിസ്ഥാനത്തിൽ നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും പ്രകാരം ഭൂരിഭാഗം ഭാഗങ്ങളും റീസർവ് ചെയ്തെന്നും ബാക്കി ഭാഗങ്ങൾ റീസർവ് ചെയ്തിട്ടില്ലെന്നും അത് PWDയിലും റവന്യൂവിലും വെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എറണാകുളം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അതെല്ലാം ഫോറസ്റ്റുകാർക്ക് ഈ വസ്തുവിൽ യാതൊരുവിധ അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ MLAമാർ MP മാരും അതുപോലെ ഇപ്പോൾ പുതിയ ടൂറിസം മിനിസ്റ്ററായിട്ട് നമ്മുടെ ഇവിടുന്ന് 2 കേന്ദ്രമന്ത്രിമാർ വന്നിട്ടുണ്ട്.
എങ്ങനെയെങ്കിലും ഈ റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനും ടൂറിസം വികസനത്തിനും വളരെയധികം പ്രധാനപ്രദമാണെന്നുകൊണ്ട് ആൾക്കാരെല്ലാവരും ഇറങ്ങണം. അതുപോലെ തന്നെ പറ്റുന്നിടത്തോളം ആൾക്കാർ ഈ കേസിനകത്ത് കക്ഷി ചേരണം. ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് മറ്റ് ഇടപാടുകൾക്കൊന്നും ഞാൻ ഇതുവരെ ആരോടും പൈസ പിരിക്കുകയോ മേടിക്കുകയോ ഞാനിതുവരെ ചെയ്തിട്ടില്ല. ആൾക്കാർക്ക് ഈ കേസിനകത്ത് കക്ഷി ചേരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലബ്ബുകൾക്കോ മർച്ചൻ്റ് അസോസിയേഷനോ ഒക്കെ ചേർന്ന് ഇതിനകത്ത് കേസ് തർക്കിക്കാവുന്നതാണ്. അങ്ങനെ തർക്കിക്കുന്നത് നമ്മുടെ കേസിന് കൂടുതൽ ബലം കിട്ടും, കാര്യങ്ങൾ കൂടുതൽ നാട്ടുകാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു കേസിൻ്റെ വിവരങ്ങൾ മുഴുവൻ ഒരു വീഡിയോയിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ 100 വർഷം തികയുന്ന ഒരു സമയമായതുകൊണ്ട് ഇങ്ങനെ കേസ് ഫയൽ ചെയ്തെന്ന് നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ടും എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട്. അതുകൊണ്ട് ഇത് മുഴുവൻ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അത് ഞാനിതിൻ്റെ റെക്കോർഡ്സുകൾ മുഴുവനും നമ്മുടെ ആലുവ മൂന്നാർ റോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, PDF ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് വേണ്ടവർക്ക് എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ഇനിയും കിട്ടുന്നത് ഞാൻ അയച്ചോളാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.